എന്നാടി വാച്ചി ബുക്ക്? ആ ജേനു മിക്കവാറും കോളേജിൽ വരുവേ. ഓ, നീ ഒന്നും മിണ്ടാതിരിക്കാവോ? എനിക്ക് ഇഷ്ടമല്ല അവന്റെ കാര്യം പറയുന്നേ. അവൻ വരട്ടെ, നമുക്കെന്നാ അല്ല അശ്വിനെ? നീ ഞാൻ സാറ് പറഞ്ഞത് അശ്വിനോട് പറഞ്ഞോ? അതിന് ഇവൻ എവിടെ പോയി കിടക്കുമായിരുന്നു? എന്നാടി സാറ് പറഞ്ഞേ? ഡാൻസ് ക്ലാസ്സിലുള്ള എല്ലാവരുടെയും നമ്പർ കളക്ട് ചെയ്തിട്ട് സാറിന് അയച്ചു കൊടുക്കണമെന്ന്. നീ സാറിനല്ലേലും എന്നെ ഭയങ്കര കാര്യമാടി. അല്ല എന്നോട് തന്നെ പറയുമോ? പുള്ളി ഭയങ്കര ചിരിച്ചില്ലാന്നേ. നിങ്ങൾ പോയപ്പോ മറ്റേ ചേട്ടനുണ്ടായിരുന്നോ? ഏത് ചേട്ടൻ? മറ്റേ നീളമുള്ളേ. ഞങ്ങൾ പോയപ്പോ ഇയാൻ സാറ് മമ്മി മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ ഒരു ലുക്കുള്ള ചേട്ടനുണ്ടടി, ഇയാൻ സാറിന്റെ കസിനാ. പുള്ളി എന്നാ കമ്പനിയാ. എന്റെ തോളിലിട്ട് അങ്ങോട്ട് കൈയിട്ട് ചേട്ടാ മോനെ ചായ വേണോന്ന്. നമ്മൾ പോയപ്പോ കണ്ടില്ലല്ലോ ഈ വച്ചി. നമ്മൾ ഇയാൻ സാറിനെ കാണാനല്ലേ പോയേ? ഇയാൻ സാറിനെ കണ്ടല്ലോ. നിനക്ക് ഇയാൻ സാറിനെ കാണുമ്പോ ഭയങ്കര ഇളക്കമായി. വാ, ഞാൻ നോക്കുന്നുണ്ട്. കള്ളത്തിനും പറയുവാ. ഇതൊക്കെന്നാത്തിന് ഇളക്കം? ഫേബാച്ചിക്ക് ഇളക്കം ഉണ്ടായിരുന്നു. ഇന്ന് ഓട്ടോയ്ക്ക് പോയപ്പോ ആ താടിക്കാരനെ കണ്ടപ്പോ ഭയങ്കര ഇളക്കമായിരുന്നു. നീ വിഷയം ഒന്ന് മാറ്റണ്ടേ. നീ ഓട്ടോ ഇരുന്നപ്പോ താടിയെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. ആണോടി ഫേബാച്ചി? നിനക്ക് ഇയാൻ സാറിനെ കാണുമ്പോ ഇളക്കമില്ലേടി? ഓ, നിങ്ങളൊന്ന് നിർത്തിയിട്ടുള്ളത് പറ. ആർക്കാ ഇളക്കം? ഇയാൻ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഇളക്കമൊന്നും കാണിച്ചതല്ല, ഞാൻ എൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചാ. എനിക്കൊരു കാര്യം മനസ്സിലായി. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. അതുകൊണ്ട് സാറ് ഞങ്ങളെ വിട്ടില്ല. ഒത്തിരി സംസാരിച്ച് ചിരിച്ചു. എന്ന് വെച്ചാ പാവ സാറിന് ഒത്തിരി വേദനിച്ചു കാണും. ഞാൻ അറിയാത്ത തള്ളിയിട്ട. സാർ എന്നതേലും പറഞ്ഞോ? സാർ ഒന്നും പറഞ്ഞില്ല. പാവ. പക്ഷെ ഉണ്ടല്ലോ, സാറിന്റെ മമ്മി ഭയങ്കര ജാടയാ. മമ്മി പാവ. ഞങ്ങളുടെ പേരൊക്കെ ചോദിച്ചു, ജ്യൂസൊക്കെ തന്നു. പപ്പ വന്ന് ഞങ്ങൾ പോവാ. എടാ, ഞങ്ങൾ പോവാണേ. ഇവാ ചെയ്യാൻ സാറിന്റെ അടുത്ത് പോയ കാര്യം പപ്പ അറിയുവോ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എടാ, അത് കാര്യം എന്നാന്ന് വെച്ചാലേ, അതെന്ന് വെച്ചാ കാര്യം അത് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഡിമാൻഡ് നീ വെച്ചു പോടാ പന്നെ. കുഞ്ഞായി നീ കാര്യം പറ. നീ ആദ്യം ക്ഷമയോടെ നിൽക്ക്. 24 വയസ്സ്. ആർക്ക്? നിന്റെ അപ്പനോ? എടാ ബെന്നിനാറി കേക്കടാ, പറയട്ടെ. ഒരു പെങ്കൊച്ച്, 24 വയസ്സ്, ആരുമില്ല. 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. സംഗതി ക്ലിയർ ആവുന്നുണ്ടോ നിനക്ക്? നീ ചുറ്റാതെ റൂട്ട് ക്ലിയർ ആക്കിക്കേ കുഞ്ഞാപ്പി. അതിലൂടെ പറഞ്ഞു വരുന്നേ. അതിപ്പോ എന്നാ ജോലിയാന്നൊക്കെ ചോദിച്ചാ എനിക്കറിയാല. അതിന് നിന്നോടാരാ ചോദിച്ചേ? ഏത് പെങ്കൊച്ച്, എവിടുത്തെ പെങ്കൊച്ച്, എങ്ങനത്തെ പെങ്കൊച്ച്? എടാ, ഇതൊന്നും ഫോണിൽ പറഞ്ഞു നോക്കുകയല്ല. അതാ ഞാൻ. എന്നാ പിന്നെ ഇതാദ്യം അങ്ങോട്ടുണ്ട. നാളെ നീ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വാ. ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്കിനെ സന്ദേശം അയക്കാം, നീ വന്നാൽ മതി. ആകുമ്പോഴല്ല, ആക്കാൻ നോക്കണം. അത്യാവശ്യമാ. ആ, ഞാൻ ഇറങ്ങാടാ. അല്ല, നീ വീട്ടിലാന്നോ? ഓഫീസിൽ പോയില്ലയോ? എന്നാടാ? അല്ലടാ, വീട്ടിലാന്നോ? ഓഫീസിൽ പോയില്ലേന്ന്. എടാ, ഓഫീസിലാന്നോന്ന്. ആ, സെറ്റടാ. അതൊക്കെ ഞാൻ ഏറ്റ്. ശരി, എന്നാ വെക്കുവന്നേ. ഓക്കെ. കോപ്പ് എബിച്ചനോട് പറഞ്ഞ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നോ? അല്ലെ, അവനോടങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഹോ, എൻ്റെ പൊന്നിന് എന്നാ ആയുസാ. എന്നാ പറയുന്ന, ഇനി എടുക്കാതിരുന്ന അവൻ നേരെ ഇങ്ങോട്ട് വരും. ഫാം ഹൗസിൽ ആരാടെ പേറ്റ് കിടക്കുന്നേ? ആകുമ്പോഴേ അറിയിക്കാം. എൻ്റെ കുഞ്ഞിന് അതിനുള്ള കട്ട്സൊക്കെ ആയോ? പിന്നെ നിന്നെ പുരുണ്ണാക്കനാണെന്ന് വിചാരിച്ചോടാ ഏബിച്ചായ? 10-30 പെൺകൊച്ചുങ്ങളെ പോയി കണ്ടേച്ച. അവൾക്ക് അത് കൂടുതലാ, അവൾക്ക് ഇത് കൂടുതലാ. കേട്ടണ്ട. ഇറക്ക് താഴെ ഇറക്ക്. 30 കറക്റ്റ് 12. എന്നതാന്നേലും ഉള്ളതല്ലയോ? പ്രാണിമോനെ വളച്ചൊടിക്കല്ലേ. ഇതും പറഞ്ഞ ചെന്നെ ദേഷ്യം പിടിപ്പിച്ച ഞാനങ്ങ് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ലയോ? നടക്കുകയില്ല. എങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോടെ പാച്ച. കുഞ്ഞുങ്ങളെ നിർത്തിക്കേ, മതി. എന്നതാടാ ഏബിച്ച? ലൈവ് ലൊക്കേഷൻ ഉണ്ടോ? എന്നതാടാ ചാച്ചാ? കുഞ്ഞായിയെ, ഞാൻ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങും. ചെക്ക് ഇഷ്യൂ ഞാൻ കിടക്കുന്ന. നീ സൈൻ ചെയ്തേക്കേണ്ട ഫയൽ ഇവിടെ പെൻഡിങ് കിടക്കുന്ന. 1 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ എൻ്റെ ഓഫീസിൽ കണ്ടേക്കണം. നടക്കുകയില്ല. എടാ ചാച്ച, നടക്കുകയില്ല. ഞാൻ എടാ കൊച്ചിനെ കാര്യം പറ. എന്നതാ? എന്നാ പ്രശ്നം? എന്നാ വിഷയം? എന്നാ? ഞാൻ പറയാന്ന്. ഇച്ചിരി സമാധാനം തരുമോ?
അല്ലെങ്കിൽ ഞാൻ നാളെ ഇറങ്ങാതിരിക്കുമായിരുന്നു. ഓ, അപ്പത്തേക്കിനും അവൻ കട്ട് ചെയ്തു. നീ എവിടെയാടാ? ആ, ഇങ്ങോട്ട് വന്നേ. ആ, വാ വാ. ഉള്ളതുള്ളതുപോലെ പറഞ്ഞോണം. വേല ഇറക്കാൻ നോക്കിയേക്കല്ലേ. അവൻ എന്നത്തിനടാ ഫാം ഹൗസിൽ പോയി കിടക്കുന്നേ? ആര്? ഓ, ഇല്ല കുഞ്ഞുങ്ങളാ, ഒന്നും അറിയുകയില്ല. എടാ, നീയൊക്കെ അറിയാതെ അവനോട് ഒരു പരിപാടി നടത്തുകയില്ലെന്ന് എനിക്കറിയാം. കുഞ്ഞാപ്പിയോ? അയ്യോ, ഉഞ്ഞാപ്പി, അത് തന്നെ. അയ്യോ എന്റെ ബിച്ച, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ. ഉള്ളത് പറഞ്ഞ അവനില്ലാത്തോണ്ട് ഒരു സുഖവും ഇല്ല. വേല ഇറക്കല്ലേ. ഞാൻ എന്നാ പറഞ്ഞ ചാച്ചനെ വിശ്വസിപ്പിക്കുന്നേ? അവനുണ്ടായിരുന്ന സാറാ സെക്രട്ടറിയുടെ കാര്യത്തിലെങ്കിലും എനിക്ക് വഴക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു. അതെ, അവളുടെ പേര് ഇനി മിണ്ടിയല്ല. അല്ലെങ്കിൽ അവളുടെ കാര്യം ആരും മിണ്ടാൻ പോന്നേ. അതല്ല പറഞ്ഞത്, ഞങ്ങൾ മാറി മാറി വിളിച്ചെന്ന്. അവൻ ഫോൺ എടുക്കുന്നില്ല. അവന്റെ 2 ഫോണിലും ആ മറ്റേ സിമ്മിലെല്ലാം മാറി മാറി വിളിച്ച് കിട്ടുന്നുമില്ല, എടുക്കുന്നുമില്ല. ഇനിയും ഫാം ഹൗസിലും ഇല്ലേ? എടാ, അവന്മാർക്ക് ആർക്കെങ്കിലും അറിയാവുന്ന വിളിച്ചു വെച്ചേടാ. ഞാൻ എന്നാ ചോദിച്ചിട്ട് പറയാം. വീട്ടിലൊന്നും പറഞ്ഞില്ലേ ചോദിച്ചാ അവനപ്പോ? ഇല്ലെന്നേ. അല്ല, ട്രീസ കോഴിക്കോട് പോയേക്കോ അല്ലയോ? അങ്ങനെ ഇല്ലില്ല, കുഞ്ഞാപ്പി പോവാൻ ചാൻസ് കുറവാ. ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓ, അതൊന്നുമല്ല. നീ ഒന്ന് ചെല്ല്. ശരി, ഞാൻ അവന്മാരെ ഒന്ന് വിളിക്കട്ടെ. നോക്കിക്കോ, മിക്കവാറും എല്ലാം കൂടെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരും. എന്നെ ഇപ്പൊ ചെയ്യുന്നേന്നാ. എൻ്റെ കൃഷ്ണ, എൻ്റെ കൈ കൊണ്ട് ആദ്യമായിട്ടാവുമല്ലേ എനിക്കുള്ളതൊക്കെ ഞാൻ തന്നെ എടുക്കണേ. അതും എൻ്റെ പൈസയല്ല. പാവം, ദൂരം മുടക്കി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടണതിട്ട് ശീലിച്ചിട്ട് എനിക്കിതൊരു പുതുമ തന്നെയാ. അതിന് ഇത് അങ്ങനെ കിട്ടിയതല്ലേ, പിന്നെന്താ? ആരാ നീ? ചേച്ചിയാവോ? ഇനി അവരാവോ? രാജേട്ടനൊക്കെ ആവോ? ഡാനി സാറല്ലേ? ആരാ? ഞാൻ അമൃത. അമൃത? കൊള്ളാം, നല്ല പേരാ. എന്നാ? അല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് നേഴ്സ്. ഓ, റൂട്ട് അങ്ങോട്ടാ. ബാ, അകത്തോട്ട് വാ. ഇരിക്കൂ. മാഡത്തിന്റെ ഒരു പേഷ്യന്റ് ഇവിടെ ഉണ്ട്, കുറച്ച് ദിവസം നോക്കണമെന്നൊന്ന് പറഞ്ഞു. സിറ്റിയിൽ ഇങ്ങോട്ട് നല്ല ദൂരമുണ്ട്. ചൂടെടുക്കുന്നു. പകല് നല്ല ചൂടല്ലേ, ഫാൻ ഇടാ. എന്നായാലും സിസ്റ്ററോട് ഇരുന്ന് കാറ്റുള്ളൂ. ഞാൻ കൊച്ചിനോടൊന്ന് ചോദിച്ചിട്ട് വരാം. ശരി ശരി. പിന്നെ സിസ്റ്ററെ, ഞാനിപ്പോൾ ഇവിടെ സിസ്റ്ററിനെ നിർത്തണമെങ്കിലേ പേഷ്യൻറ്റിനും കൂടെ താല്പര്യം വേണമല്ലോ. അവർക്ക് താല്പര്യമില്ല, നിർത്തിയിട്ടും കാര്യമില്ല. എങ്ങനെ, മനസ്സിലായോ? അല്ല, പൈസ മുടക്കിയപ്പോൾ നേഴ്സിനെ നിർത്തേണ്ട രോഗമൊന്നും ഇല്ലെന്നാ കൊച്ചു പറയുന്നത്. എന്നെ പറഞ്ഞാലും നമ്മൾ അവരുടെ കംഫർട്ട് നോക്കണമല്ലോ. അത് വരുന്നതിന് മുന്നേ പറയണമായിരുന്നു, ഇവിടെ വന്നതിന് ശേഷമല്ല പറയണ്ടേ. പക്ഷെ ചേച്ചി ചൂടാകാതെ. അല്ല, വരുന്നതിന് മുന്നേ വിളിച്ച് ചോദിക്കേണ്ട ഒരു മര്യാദയില്ലേ ചേച്ചി? ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ തിരിച്ചു കൊണ്ടാക്കാം. അതിൻ്റെ ആവശ്യമില്ല സാർ, ഞാൻ മാഡത്തിനോട് സംസാരിച്ചോളാം. എന്നാ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടെ നടന്നുകൊണ്ട് വിളിച്ചോ, കുഴപ്പമില്ല. മഴ വരുന്നതിന് മുന്നേ വീട്ടിലും എത്തും. ചെല്ലേ, വേണമെങ്കിൽ ഞാൻ സിസ്റ്ററിനെ ജംഗ്ഷൻ വരെ കൊണ്ടാക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പൊക്കോളാം. ഓ, ശരി എന്നാ.
പറയൂ. അയ്യോ എൻ്റെ പൊന്നു ഭർത്താവേ, അയ്യോ അയ്യേ, ഞാനിങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ളൂ, ഞങ്ങളുടെ ഇടവകയിലെ ബൈകാരി അച്ഛന്. ഇത്ര കളറുകളല്ലേ ഉള്ളൂ. ശരി, എന്നതാ ഫ്ലോറസന്റ്. നിനക്ക് വേറെ കളറൊന്നും കിട്ടിയില്ലടി പക്ഷേ. ലോഹ ലോഹ ലോഹ. എന്താ അച്ഛന് കുഴപ്പം? നല്ല ചിരിയൊന്നും വേണ്ട കേട്ടോ. ആ ചേച്ചി കുറെ പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ എനിക്കിത് വലുതാവൂന്ന. അവിടെ വെച്ച പാവം ചേച്ചിന്റെ ചൂടായിട്ട് എന്നെ ഇവിടെ ഒന്ന് കളയാക്കുക. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ദേഷ്യം വരുന്നുണ്ടോ? നിർത്തണ്ടോ? കൊള്ളില്ലാച്ച പറഞ്ഞാ മതി കേട്ടോ. ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി ഠോ പറയാട്ടോ, വാട്ടോ കഴിക്കാട്ടോ. എനിക്കൊന്നും വേണമെന്നില്ല, തന്നെ അങ്ങോട്ട് കഴിച്ചോളൂ. ഞാൻ മനുഷ്യന്മാരെ കളിയാക്കണ ഒരു ജന്മത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ ഒറ്റ മുതലാ അതാ നീ ഇപ്പൊ കണ്ടേ. ഠോ എനിക്കിതൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ഉടുപ്പൊന്നും വേണ്ട. ഇതുകൊണ്ടല്ലേ കളിയാക്കണേ? നീ ഇപ്പൊ ഊരാൻ പോണോ? എന്നാ തമാശ പറയാനും പറ്റിയല്ലേ? എന്തിനാ ഇങ്ങനെ കളിയാക്കിയിട്ട്? എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ? കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്, കളിയാക്കാറുമുണ്ട്. ഈ സുഖമേ ഒന്നിനുമില്ല. എന്ന് വെച്ചാല് നിന്റെ തല പുഴുങ്ങിയത് വേണോ? കൃഷ്ണ, എന്തൊക്കെയാണോ പറയണേ? ആരാ വന്നത്? ഓ, അങ്ങൊന്നിനെ ശുശ്രൂഷിക്കാനേ പരിപാലിക്കാനൊക്കെ അയൽ രാജ്യത്തുനിന്ന് എത്തിയ വൈദ്യുതി. എന്താ? അവിടുന്ന് മനസ്സിലായില്ലേ? ക്ഷമിക്കണം, എൻ്റെ ഭാവി ഭാര്യ അയച്ച വ്യക്തിയാ നിന്നെ നോക്കാനേ. നേഴ്സ് പറഞ്ഞു വിട്ടു. ഞാനുള്ളപ്പോ ഇതിന് നേഴ്സ്. നിനക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇത്ര ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയോട് അയച്ച അതൊക്കെ പറയാലോ. എന്നാ ഇപ്പൊ വിട്ടു. ആ തോട്ടത്തിനകത്ത് പോകുന്നുണ്ടായിരിക്കും, പുറകെ ചെന്നാ പിടിക്കാം. എന്നോടൊന്ന് ചോദിച്ചിട്ട് വിടായിരുന്നു കേട്ടോ. ഓ, ഇനി എന്നാ ചെയ്താലും തമ്പറാട്ടോട് ചോദിച്ചിട്ടാവാം. ഇങ്ങനെ തമാശ കേട്ടോ നാനിച്ചായന്. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് മുഖത്ത് നോക്കി പറയാൻ ചോദിക്കാനും മടിയുള്ള എത്ര കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഇപ്പൊ നേഴ്സും കൂടി കെട്ടിയുണ്ടാക്കിയില്ലായിരുന്നല്ലോ, അപ്പോഴും നീ കാണിച്ചാനോട് തന്നെ പറയത്തുള്ളായിരുന്നല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്നോ? എന്നത് എന്നാ കാര്യമില്ലെന്നാ? എന്നാ കാര്യമില്ലെന്നാ? ഇതിനെത്ര ദേഷ്യം, എന്തിനെത്ര ഒച്ച വെക്കണേ? എനിക്ക് ഇങ്ങനെ സ്വഭാവം മാറുന്ന കാണുമ്പോ വല്ലാണ്ട് പേടിയാണ്. പേടിയോ? ഇത്രയായിട്ട് നിനക്കെന്നെ പേടിയാന്നോ? 3 രാത്രി എൻ്റെ കൂടി വീട്ടിൽ കഴിഞ്ഞിട്ട് നിനക്കെന്നെ പേടിയല്ലയോ? അല്ലയോ കോപ്പേ? എല്ലാം കണക്കാ, എല്ലാം അങ്ങോട്ട് കിട്ടുന്ന മാത്രം നോക്കിയാൽ മതിയല്ലോ. ബാക്കിയുള്ളവന് മനസ്സാർക്കും അറിയണ്ട. ഒരു 100,000 കാര്യങ്ങൾ വിട്ടാച്ച നീ ഒരുത്തിടെ പറയും ഇവിടെ വന്നിരിക്കുന്നേ. എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിടാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല, മനസ്സ് വരണ്ടേ. ഞാൻ ഒരു വകയ്ക്ക് കൊള്ളില്ല. അങ്ങോട്ട് കിട്ടുന്ന മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കിയുള്ളവന് മനസ്സിലാക്കാം. അതെന്തോ ഒരു പോക്ക് പോയപ്പോഴേ ഞാൻ ശങ്കരേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാ, എവിടെ വെച്ചാ കൊണ്ട് വലിച്ചെറിയാൻ. 100,000 കാര്യങ്ങൾ വിട്ടാച്ച നീ ഒരുത്തിടെ പറയും ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങോട്ട് കിട്ടുന്ന മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കിയുള്ളവന് മനസ്സിലാക്കാം. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞില്ലേ, നിനക്ക് എന്നതേലും ഉണ്ട് എന്നോട് പറയാമല്ലോ. എൻ്റെ കൊച്ചെ, നീ എന്നതേലും ഒന്ന് തിരിച്ചു പറ. ചില നേരത്ത് നാക്കിനൊരു ലൈസൻസും ഇല്ല. നീ ഒന്ന് നോക്കിക്കേ. ഞാൻ എൻ്റെ ജീവിതത്തെ പഴിച്ചെന്നേ ഉള്ളൂ, നിന്നെയല്ല. വിഷമമായെന്നറിയാം, സോറി. എടി ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ. സോറി. പിന്നെ പേടിയെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ? ഞാൻ സാത്താനൊന്നുമല്ല. കൊച്ചേ, നീ എന്നതിലൊന്നും പറയേ. ദേഷ്യപ്പെടണേ ദേഷ്യപ്പെട്, നിനക്ക് എങ്ങനെ വേണേലും ദേഷ്യം തീർക്കാം. മിണ്ടാതിരിക്കല്ലേ. ഡാൻസ് ചെയ്യാൻ എന്നാ വേണ്ടേ? നേഴ്സിനെ കൊണ്ടുവരണോ? കൊണ്ടുവരാം, പക്ഷേ ഞാൻ പോവും.
കാര്യമായിട്ട് ഞാൻ പോവും. എൻ്റെ സ്വഭാവം ഇതാ, നിങ്ങൾക്കൊന്നും ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഞാനവരെ തിരിച്ചു വിളിക്കാം. നീ ഓക്കെ ആവുന്ന സമയത്തെ ഞാൻ വരാം. എവിച്ചെന്നോട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തീരുമാനമല്ല, നിൻ്റെ സന്തോഷത്തിന്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. പുള്ളിക്കാരിയെ പറഞ്ഞല്ലേ ഏൽപ്പിച്ചേച്ചേ, പൈസയും കൊടുത്തേച്ചു പോവാം. നിനക്ക് ആവശ്യമുള്ള എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, എല്ലാം ചെയ്തു തന്നോളും. പിന്നെ പിന്നെ എന്നോടുള്ള വാശിയല്ലേ? എന്നോടുള്ള വാശിയാ? പോണേ എന്തിനാ? ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ചോദിക്കണം. എനിക്ക് മാസം കുറയാവണ കാര്യമൊക്കെ ഞാൻ എങ്ങനെയാ നിങ്ങളോട്, ഒരു അന്യ വ്യക്തിയോട്? എന്നൊക്കെ മുതിർന്ന ആളല്ലേ, മനസ്സിലാക്കണ്ടേക്കെ. രോഗിയെ നോക്കേണ്ടത് നഴ്സാണല്ലോ. കൊണ്ടുവരട്ടെ, 100,000 കാര്യങ്ങൾ വിട്ടിട്ടാണല്ലോ എന്നെ നോക്കി ഇവിടെ ഇരിക്കണേ. ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ചിന്ത എന്തിനാ കൃഷ്ണ ഇങ്ങനെ എല്ലാവർക്കും ഭാരാവണേ? പൊക്കോട്ടെ. കർത്താവേ, കൊച്ചു നീ ഇതുവരെ റെഡി ആയില്ലേ? എന്താ ഉദ്ദേശം? ഉച്ച കഴിഞ്ഞ് പ്രോഗ്രാം ഉള്ളതല്ലേ? നഴ്സ് ഫാം ഹൗസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഓ റിയലി? ദെൻ ഷീ വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. ആളെ സ്മാർട്ടാ. ഞാൻ പറയട്ടെ, ഡാനി അവരെ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല, പറഞ്ഞു വിട്ടു. സംടൈംസ് അഷേംഡ് ഓഫ് മൈസെൽഫ്. എന്നെ നാണം കെടുത്തുവാ. എൻ്റെ തീരുമാനത്തിലല്ലേ അവരവിടെ ചെന്നത്. അവൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞു വിട്ടേക്കുവാ. അവക്കൊരു നേഴ്സിന്റെ പരിചരണം ആവശ്യമില്ലെന്ന്. അവള് നേഴ്സിന്റെ അടുത്ത് വളരെ റൂഡായിട്ടാ ബിഹേവ് ചെയ്തേ. സിസ്റ്റർ ഭയങ്കര വിഷമത്തിലാ. കൊള്ളാം. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഞാൻ എത്ര പറഞ്ഞിട്ടാണെന്ന് അറിയാം ആ നേഴ്സ് ഒന്ന് സമ്മതിച്ചത്. ഡാനി കൊള്ളാവല്ലോ. അവളുടെ വാക്കും കേട്ട് നേഴ്സിനെ പറഞ്ഞു വിട്ടേക്കുന്നു. അങ്ങനെ വരുമ്പോ അതിൽ എന്നതേലും ഇല്ലേ? നിന്റെ ബുദ്ധിയിൽ പലതും തെളിയും. അത്ര ഗതികെട്ടവനല്ല ഡാനി. ഓ പിന്നെ എന്നത്തിനാണോ ഇത്രയും ടെൻഷൻ? ഇത്രയും രാത്രി അവർ ഒരുമിച്ചൊക്കെ കഴിഞ്ഞതല്ലേ. നിനക്കെന്നാ ജിയ? നിനക്കെന്നതാ ടെൻഷൻ? ടെൻഷൻ, കോൺസെൻട്രേഷൻ ഇല്ല, ഫോക്കസ് ഇല്ല, വന്ന ജോലി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പിന്നെ നീ എന്നതിനാ കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നേ? എനിക്കങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. അങ്ങനെയുണ്ട് അവളെയല്ല, അവനെ ഞാൻ കൊല്ലും. വിളിച്ചോ? ഇല്ല. പരിചരണത്തിന്റെ ഒരു എഫക്റ്റേ തിരിച്ചും ഉണ്ടായിരിക്കും. ഞാനൊന്ന് വിളിക്കട്ടെ. വെറുതെ ആലോചിച്ച് നിൽക്കാതൊന്ന് താഴ്ന്നു കൊടുക്കടി, എന്നിട്ടൊന്ന് വിളിക്ക്. അവൻ ഇങ്ങോട്ട് തന്നെ വിളിക്കണം. എൻ്റെ ട്രീസ, അറ്റ്ലീസ്റ്റ് നീ വിളിച്ചിട്ട് ആ നേഴ്സിനെ പറഞ്ഞു വിട്ടത് എന്നത്തിനാണെന്നെങ്കിലും ചോദിക്കുക. കുറച്ചു നേരത്തേക്ക് ആ വാശിയും ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നാ നീ ഒരു കാര്യം ചെയ്താൽ മതി. ആ രാധിക ഫ്രീ അല്ലെങ്കിലേ നമ്മുടെ ഷിജുവിനെ ഏൽപ്പിക്കുക. സൈൻ ചെയ്യാനുള്ള ചെക്ക് ലിസ്റ്റ് ഫയൽസ് എല്ലാം കൂടെ അവൻ്റെ കൊടുത്തു വിട്ടാൽ മതി. വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ. സൈൻ ചെയ്യാനുള്ളത് മാത്രം. നീ അപ്പത്തേക്കിന് എത്തുമല്ലോ. എന്നാ പ്രശ്നം? എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് മാറിയല്ലേ? എനിക്കറിയല്ലേ. അത് നിങ്ങളെ കാണുമ്പോഴത്തേക്കിന് ശരിയായിക്കൊള്ളൂടാ. അപ്പ എന്നതോ ഉണ്ട്. ഒന്നുമില്ലടാ, ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഓക്കെ, സോ യു ജസ്റ്റ് റിലാക്സ്. നിന്റെ കുറവുകളൊന്നും നിന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഈ എക്സൈറ്റ്മെൻറ്റും നാളെ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ടെൻഷനും എല്ലാം നിന്നെ നന്നായി സ്ട്രെസ്ഡ് ആക്കുന്നുണ്ട്. യുവർ വിഷൻസ് വെൻ യു സ്റ്റാൻഡ് ഫ്രണ്ട് ഓഫ് മിറർ ഷുഡ് ബി യുവർ സ്മൈലിംഗ് ഫേസ്. അതാണ് നിന്റെ മുമ്പിലുള്ള കളർഫുൾ ലൈഫ്. ഒരിക്കലും ഈ ചിരിയുടെ നിറം മങ്ങരുത്. Yeah, I know that. You know that. Sometimes I can't control my visions, my thoughts, my dreams. Cry myself to sleep. ഒരു ഫാൻറ്റസി സ്റ്റോറി പോലെ സ്കാരി ബാക്ക്ഗ്രൗണ്ട്സ്. എൻ്റെ ബോഡി ഫുൾ മുറിവാ. I'm trying to escape. I'm trying to escape. Yeah, escape some. But എപ്പോഴത്തെ പോലെ തന്നെ വിഷൻസ് എല്ലാം ബ്ലർ. എൻ്റെ വിഷൻസ് ഒരിക്കലും കളർഫുൾ ആകില്ലല്ലോ. മീഹ,
ഡോക്ടർ ആൻറ്റി പ്ലീസ്, ഇതെൻ്റെ മൂവി ഇമാജിനേഷൻ ആണെന്ന് മാത്രം പറയരുത്. എനിക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ഞാൻ വായിച്ച ഒരു പുസ്തകങ്ങളിലും ആ ക്യാരക്ടേഴ്സ് ഇല്ല. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നൈറ്റ്മെയർ. അങ്ങനെയാണെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴും അതിനെ ഹേർട്ട് ചെയ്യില്ലല്ലോ. Of course not. I can explain what I'm doing. What should I put in there? ഒരു കയ്യോ Jesus, let me. ഒരു കൈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് help me. എനിക്ക് പിടിക്കാൻ I can't hold on anything. This kind of fantasy. എനിക്ക് ഇന്നലെ തോന്നിയതാണെങ്കിൽ ഓക്കെ, കഴിഞ്ഞ മാസം ഉണ്ടായതാണെങ്കിൽ ഓക്കെ, കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ളതാണെങ്കിൽ I'm okay with that. Day by day, in every second, ഈ ഒരു ചിന്തയാ. I've been living with that account for 12 bloody years. It's been never ending. I feel that way. എൻ്റെ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ. ട്വിങ്കി, ഞാൻ റിക്കയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മീഹ, ഈ കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി ഒരിക്കലും തോട്ട്സുമായിട്ട് കണക്റ്റഡ് അല്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നാണെങ്കിൽ ഇവിടെ വെച്ച് വേണ്ട. അച്ചീവ്മെൻറ്റ്സിന് കൈയടിക്കാൻ ആളുള്ളതുപോലെ തന്നെ കല്ലെറിയാനും ആളുകളുണ്ടാവും. ചെറിയൊരു അശ്രദ്ധ മതി. ജസ്റ്റ് കെയർഫുൾ. റിക്കി മറ്റന്നാളത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് വയ്ക്കും. ഡോക്ടർ അനുജ് റിക്കിക്ക് അടുത്തറിയുന്നൊരു ഫ്രണ്ട് കൂടിയാ. എന്നാ ട്വിങ്കി? മതിയപ്പ. അപ്പം ഞാൻ ഇറങ്ങട്ടെ. I'm gonna miss you. Miss you too. നിങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുകയൊക്കെ ചെയ്തോ? സമയമുണ്ടല്ലോ, പരിചയപ്പെടണം. അതൊക്കെ അങ്ങ് വെച്ച് താമസിപ്പിക്കണോ? പറ്റിക്കാനല്ലേ പോകണ്ടെന്ന് പറയും. ഞാനാരാ? എന്തെങ്കിലും തടസ്സം കൊടുക്കണം. പേരെന്നായിരുന്നു? അമൃത. പ്രത്യേകം പറയാനുള്ളത്, ഇത് ഞങ്ങളുടെ ഫാം ഹൗസ് ആണെന്ന് അറിയാമല്ലോ. അതുവഴി നമ്മുടെ തോട്ടത്തിലെ പണിക്കാർ വരികയും പോയി ചെയ്യുന്നൊരു സമയമുണ്ട്. റബ്ബർ വെട്ടുന്ന ഒരു വെളുപ്പിനായിരിക്കും. ഒരു 9-10 മണി വരെ പണിസ്ഥലത്തോട് പോകുന്നവരായിരിക്കും. 5 മണിക്ക് അവരെല്ലാം തിരിച്ചു വരുന്നത്. ആ സമയത്തൊന്നും ഇറങ്ങി അവരുടെ കൺമുമ്പിൽ ചെയ്യുന്ന പെടല്. ആരും ചോദിക്കാനും പറയാനൊന്നും വരത്തില്ല. പിന്നെ കൃത്യമായിട്ട് ഇവളുടെ മരുന്ന് കൊടുക്കണം, ആഹാരം കൊടുക്കണം. അവൾ എന്നതാണോ ആവശ്യപ്പെടുന്നത് അതൊക്കെ ചെയ്തു കൊടുത്തോണം. ട്രീസ പറഞ്ഞ ശമ്പളം ആയിരിക്കുകയല്ല ഡാനി തരുന്നത്. കൃത്യമായിട്ട് ചെയ്താൽ മാത്രം. ഫോൺ നമ്പർ തന്നേരും. പിന്നെ അവൾ മുറിവൊന്നും കെട്ടിവെച്ചിട്ടില്ല, കുളിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അത് വെച്ചു കൊടുക്കണം. ആക്സിഡന്റ് ആയതൊക്കെ ട്രീസ പറഞ്ഞു കാണുമല്ലോ. മാഡം എല്ലാം പറഞ്ഞിരുന്നു. അപ്പൊ മേഡം പറഞ്ഞത്ര അറിഞ്ഞാൽ മതി. അതിൽ കൂടുതൽ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇവളോട്. ഇല്ല. എന്നതിലും ആവശ്യമുണ്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, കാശിനോ മറ്റോ. ചോദിക്കാം. ചൈത്ര, നിന്റെ ആധാർ കാർഡോ ID കാർഡോ വല്ലതും അവിടെ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? സിസ്റ്റർ ആ മുറി ഉപയോഗിച്ചോ? സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടോ? ശരി. പോട്ടെ. നീ പറഞ്ഞതിൻ്റെ പേര് മാത്രമല്ലടി കൊച്ചേ, എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. പിന്നെ ഒരു കാര്യം ശരിയാ, നീ പെങ്കൊച്ച ഞാനൊരുമാതിരി അതൊന്നും ഓർക്കാതെ ഞാൻ ചെന്നേച്ചേ 3 ആകുമ്പോൾ വിളിക്കാം പുള്ളിക്കാരുടെ ഫോണിലോട്ട്. അപ്പോഴത്തേക്കിനും ഒരു തീരുമാനം പറയണം. എൻ്റെ മനസ്സിൽ വേറൊരു പ്ലാനുണ്ട്. നിന്നെ പഠിപ്പിക്കണമെന്നുണ്ട്. നിനക്ക് വേണേൽ പഠിക്കാം, ഇഷ്ടമുണ്ട് അല്ലേ? ജോലി ചെയ്യാം. പഠിക്കേണ്ട പ്രായം തന്നെ, ആലോചിക്കുക. ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ബിസി ആയിരിക്കും, ഒന്നിനും നേരം കിട്ടുകയില്ല. നോക്കാം. പിന്നെ ആഹാരം മുടക്കിയേക്കല്ല, മരുന്ന് കഴിച്ചോണം. അവർ പൈസക്കനുസരിച്ച് പണിയെടുക്കത്തുള്ളൂ. നീ വേണം നിന്നെ നോക്കാൻ, കേട്ടോ? പുള്ളിക്കാരി എന്തിയെ?
പോകണ്ടെന്ന് പറയാൻ തോന്നിയില്ലല്ലേ? സാരമില്ല. അതേ വരുന്നു. ഇറങ്ങട്ടെ കേട്ടോ. നമ്പർ പോട്ടെ. എൻ്റെ കർത്താവേ, തീരയും തീരവും മൊഴിയും മൗനവും പകലും മിരവും അകലേ പോയി മറയേ. സിസ്റ്ററെ, ഫ്രിഡ്ജിലേ ഞാൻ അവൾക്ക് കഴിക്കാനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് കൊടുക്ക്. അവൾ വിശന്നിരിക്കും. പറയാൻ വിട്ടുപോയി. ആ കൊടുക്കാം. പോവണ്ട എന്താണ് ചെയ്യാം? നിറയും ഓർമ്മകൾ കനലിൻ തെന്നല അറിയാതെന്നിലെ ജീവനിൽ വന്നണയേ. പതിയെ പോകുമീ ഇരുളിൻ യാത്രയിൽ ഒരു നാളരികിൽ അണയും ചേർന്നലിയാ. ഒരു വാക്ക് പറയാറുണ്ടല്ലോ ദാനി ചായ പോകണ്ടെന്ന്. അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം കാണുകയില്ല. നേഴ്സ് വന്നില്ലായിരുന്നേൽ എന്നെ അവൾക്ക് പേടിയാ. പേടി. ഉപദ്രവിച്ച ആൾക്കാർ ഇത്രയും പേടിയില്ല. സ്നേഹിച്ചവനെ